സ്ത്രീകൾക്കായി സൗജന്യ യാത്ര അനുവദിച്ച പ്രിയദർശിനി പദ്ധതി യാഥാർത്ഥ്യമായതോടെ സാമ്പത്തിക നഷ്ടം മൂലം ഹൈറേഞ്ചിലെ ഉൾമേഖലകളിലേക്കുള്ള സർവീസുകൾ അവസാനിപ്പിക്കുകയാണ് സ്വകാര്യ ബസ് ഉടമകൾ. 30 വർഷത്തിലാദ്യമായാണ് അടിമാലി മാങ്കുളം ആനക്കുളം റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന സ്വകാര്യ ബസ് സർവീസ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ദീർഘദൂര മേഖലകളിലേക്ക് ജനങ്ങളുടെ ഗതാഗതത്തിനുള്ള ഏക ആശ്രയമായിരുന്നു പല സ്വകാര്യ ബസ്സുകളും. ഇതിൽ തന്നെ പലതും കാര്യമായ സാമ്പത്തിക നേട്ടമില്ലാതിരുന്നിട്ടും കൂടി സർവീസ് നടത്തുന്നവയായിരുന്നു. പിന്നീട് മേഖലകളിലേക്ക് KSRTC ബസ്സുകൾ അനുവദിച്ചെങ്കിലും ഇതിൽ ഭൂരിഭാഗവും സ്വകാര്യ ബസ്സുകളുടെ സമയത്തിന് തൊട്ടുചേർന്നാണ്. ഇതുമൂലം ഇരു ബസ്സുകളിലും സാമ്പത്തിക നഷ്ടം കൂടിയിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെയാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് പ്രിയദർശിനി പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചത്. ജില്ലയിൽ ഭൂരിഭാഗം ബസ്സുകളും ഓർഡിനറി ആയതിനാൽ ഇവയിലെല്ലാം സൗജന്യ യാത്ര ലഭ്യമാക്കും. ഇതോടെ യഥാർത്ഥത്തിൽ തകർന്നത് സ്വകാര്യ ബസ് മേഖലയാണ്. പദ്ധതി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടേക്കിയത് അടിമാലി മേഖലയിലെ ബസ്സുകൾക്കാണ്. പല ബസ്സുകളിലും പേരിനു പോലും യാത്രക്കാരില്ല. ഇതോടെയാണ് വർഷങ്ങളായി മാങ്കുളം ആനക്കുളം ഉൾപ്പെടെയുള്ള ഉൾമേഖലകളിലേക്ക് സർവീസ് നടത്തിയിരുന്ന ഡേ എക്സ്പ്രസ് ബസ് സർവീസ് അവസാനിപ്പിച്ചത്. കഴിഞ്ഞ 30 വർഷമായിട്ട് മാങ്കുളം ആനക്കുളം ഭാഗത്തേക്ക് സർവീസ് നടത്തിയിരുന്ന കോതമംഗലവുമായി ബന്ധപ്പെട്ട് സർവീസ് നടത്തിയിരുന്ന ബസിന്റെ ഉടമയാണ് ഞാൻ. ഏകദേശം 1 വർഷത്തോളമായി നമ്മുടെ സർവീസ് മാങ്കുളം തൊട്ട് കോതമംഗലം വരെ ഏകദേശം ഊന്നുകൽ വരെ 96 രൂപ പോയിന്റിൽ സെയിം ടൈമിൽ വണ്ടി വന്നു. KSRTC ആണ് വന്നത്. സെയിം ടൈമിൽ രാവിലെ 6 മണിക്കാണ്, വെളുപ്പിന് 6 മണിക്കാണ് എൻ്റെ വണ്ടി എടുക്കുന്നത്. ആ സെയിം ടൈമിൽ 6 മണിക്ക് വണ്ടി കൂടെ ഓടി തുടങ്ങി. വൈകിട്ട് 6 മണിക്ക് എൻ്റെ വണ്ടി ഇവിടുന്ന് അടിമാലിയിൽ നിന്ന് മാങ്കുളത്തേക്ക് പോകുന്നു. അത് 5:50, 5:55 KSRTC ഓടുന്നു. എന്നിട്ടും ഞാൻ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഏകദേശം 15 ദിവസമായി നമ്മുടെ പ്രിയദർശിനി പദ്ധതി തുടങ്ങിയിട്ട്. ആ പദ്ധതി തുടങ്ങിയിട്ട് ഒരു രീതിയിലും നമുക്ക് ഈ സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഉടമകളെ കുറ്റം പറയാനാകില്ലെന്നും തങ്ങളുടെ തൊഴിൽ നഷ്ടത്തിന് സർക്കാർ പോംവഴി കാണണമെന്നും തൊഴിലാളികളും ആവശ്യപ്പെടുന്നു. ആനക്കുളം കോതമംഗലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ഡേ എക്സ്പ്രസ് ബസ്സിലെ കണ്ടക്ടറാണ് ഞാൻ. ഇന്ന് നഷ്ടങ്ങളിലേക്ക് കൂപ്പുകുത്തുന്ന ആ ബസ് പ്രസ്ഥാനം ഇന്ന് കട്ടപ്പുറത്തേക്ക് കയറ്റിയിട്ടിരിക്കുകയാണ്. ഇതുമൂലം ഞങ്ങളുടെ 4 തൊഴിലാളികളുടെ തൊഴിലാണ് ഇവിടെ നഷ്ടമായിക്കൊണ്ടിരുന്നത്. നഷ്ടത്തിലേക്ക് ഓരോ ദിവസവും കൂപ്പുകുത്തുന്ന മുതലാളിമാരെ തെറ്റു പറയാൻ ഞങ്ങൾ തയ്യാറല്ല. ഈ പ്രിയദർശിനിയുടെ വരവും അതുപോലെ തന്നെ KSRTCയുടെ വരവുകളും മൂലം ഓരോ ദിവസവും ഇത് നഷ്ടത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാങ്കുളം സർവീസിന് പുറമെ മൂന്നാർ, കോതമംഗലം, എറണാകുളം സർവീസുകൾക്കും പ്രിയദർശിനി ബസ് വെല്ലുവിളിയാകുന്നുണ്ട്. സർക്കാരും ഗതാഗത വകുപ്പും സ്വകാര്യ ബസ് മേഖലയെ സഹായിച്ചില്ലെങ്കിൽ തങ്ങളുടെ കുടുംബങ്ങൾ പട്ടിണിയിലാകുമെന്നാണ് ബസ് തൊഴിലാളികളും പറയുന്നത്. ഏറ്റവും കൂടുതൽ അടിമാലി സെക്ടറിൽ ഓടുന്ന വണ്ടിക്കാണ് ഏറ്റവും കൂടുതൽ 2 മിനിറ്റ് 3 മിനിറ്റ് ഗ്യാപ്പാണ് ഈ പ്രൈവറ്റ് വണ്ടികൾക്കെല്ലാം കിട്ടിയിരിക്കുന്നത്. 3 ആളെ 4 ആളെ വെച്ചിട്ടാണ് എല്ലാ വണ്ടികളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്കത്. തൊഴിലാളികൾക്ക് പൈസ കൊടുക്കാൻ പറ്റുന്നില്ല, ഡീസൽ അടിക്കാൻ പറ്റുന്നില്ല, വണ്ടിയുടെ മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ടാക്സി സർക്കാർ കുറച്ച് തന്നിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ചെറിയൊരു ആശ്വാസം ഉണ്ടത്. അല്ലാണ്ട് ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. നാളുകളായി നഷ്ടം കൂടുകയാണെന്നും അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ സർവീസുകൾ അവസാനിപ്പിക്കേണ്ടി വരുമെന്നും ബസ് ഉടമകൾ പറയുന്നു. തങ്ങളുടെ വിഷയത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്നതാണ് ഇവരുടെ പ്രതീക്ഷ. സിറ്റി വിഷൻ, അടിമാലി.